വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ വിഷു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. വീഡിയോയ്ക്ക് കിടക്കുന്നേക്ക് മുന്നേ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുകയും ചെയ്യാൻ. എൻ്റെ പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. ബ്യൂട്ടി റിലേറ്റഡ്, മേക്കപ്പ് റിലേറ്റഡ്, ഫാഷൻ റിലേറ്റഡ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കോമെൻറ്റ് ഇട്ടിട്ട് ഞങ്ങളതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇറ്റ് മീൻസ് എ ലോട്ട് ടു അസ്. ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെന്തുട്ടാ, നമുക്കിനി പതിവ് പോലെ ഇന്ന് സെലക്ട് ചെയ്ത കോമൻറ്റ് കാണാം. കുറേ നല്ല നല്ല കോമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ബട്ട് നമ്മളെപ്പോഴും ഒരെണ്ണല്ലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ കീപ് കമൻറ്റിങ് കേട്ടോ. അപ്പോൾ ഇന്ന് സെലക്ട് ചെയ്ത കോമൻറ്റ് വന്നിട്ട് ഹിമ ആനി ജോൺ 9508, ഒരു ലോങ് കോമൻറ്റ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് യുവർ ടൈം ആൻഡ് ലീവിങ് എ കോമൻറ്റ്. മീൻസ് എ ലോട്ട്, റിയലി മീൻസ് എ ലോട്ട്. റിൻസി, I have very bad hormonal acne. I tried many products, fed up and gave up too. Then I saw your M-Fine product video. It was literally life-changing for me. My skin is so much better now. I don't know how to thank you enough. Even your perfume suggestions, I blindly pick your suggestions any time of the day. For every new product, I first check if you have reviewed it. If you do, I buy it, else disregard. So much trust on your genuine suggestions. Thanks for who you are. Keep going. You are the one supporting us. Keep supporting us. Thank you so much. Thank you so much. ഈ M-Fineൻ്റെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ പിമ്പിൾസ് ഒക്കെ മാറിയത് കേട്ടോ. ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ ഫോർ മീ. എനിക്ക് അത് ഒരു ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് നിങ്ങൾക്കറിയാം, കുറച്ച് നാൾ മുന്നേ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്ക്. ഭയങ്കര കുരുക്കളായിരുന്നു. കുറേ പേര് കോമെൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുമുണ്ട്, ചേച്ചി എന്താ പറ്റിയ ഫേസിനെന്ന്. അത് എനിക്ക് എന്താണെന്നറിയില്ല, ആ ഒരു ഫേസിൽ എനിക്ക് ഭയങ്കര മോക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ യാ താങ്ക് യു സോ മച്ച് ഫോർ ലീവിങ് എ കോമെൻറ്റ്. നമുക്കിനി വലിച്ചു നീട്ടാണ്ട് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എന്തിനേക്കണ ഈ നൈറ്റ് ഡ്രസ്സ് വന്നിട്ട് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഐ തിങ്ക് 600 ഓർ സംതിങ്, 699 ഓർ സംതിങ്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ബട്ട് ആ ഒരു റേഞ്ചാണ് കേട്ടോ. ഈ ഡിമാർട്ടിൽ നമുക്ക് നല്ല വില കുറവിൽ കുറേ പ്രോഡക്റ്റ്സ് കിട്ടുന്നുണ്ട്. ഒബ്വിയസ്ലി ഈ ഗ്രോസറി ഐറ്റംസും കിട്ടും. ബട്ട് ഈ അവിടെ നിന്ന് ഡ്രസ്സ് ഞാൻ അങ്ങനെ എപ്പോഴും വാങ്ങിക്കാറില്ല. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കുറച്ച് നല്ല മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നിയാൽ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല കോട്ടൺ, ഈ സമ്മറിനൊക്കെ പറ്റിയ ഒരു ടോപ്പ് ആൻഡ് പാൻറ്റ് സെറ്റാണ് കേട്ടോ. സോ ഐ തിങ്ക് ഇറ്റ്സ് 599, 699 ഓർ കൂടി പോയാൽ 799. അതിൻ്റെ താഴെയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സമ്മറിന് പറ്റിയ കളറാണ്, മെറ്റീരിയലാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. ഇവിടെ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. എനിക്ക് തീരെ പറ്റാത്തതാണ് ചൂട്. ഐ ഡോണ്ട് നോ. എനിക്ക് എന്താ പറയുക, ചിലവർക്ക് തണുപ്പ്, ഈ കോൾഡ് സീസൺ തീരെ പറ്റില്ലല്ലോ. എനിക്ക് കോൾഡ് സീസൺ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഐ ക്യാൻ മാനേജ്. കുറച്ച് സ്വെറ്റർ, പുതപ്പ് ഒക്കെ ഇട്ടിരുന്നാൽ പോരെ. പക്ഷേ നമുക്ക് ചൂടിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്കിനി വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ്. M-Fineൻ്റെ മോയ്സ്ചറൈസറും നല്ലതാണ്, അത് കഴിഞ്ഞു. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇത്രയും കൂടി ഇഷ്ടം ഈ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് വന്നിട്ട് ഡോക്ടർ ഷേഡ്സിൻ്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. നിങ്ങൾ ഓയിലി സ്കിൻകാരാണ് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. കാരണം ഓയിലി സ്കിന്നിന് പെർഫെക്റ്റ് ആണ്. എന്താണെന്നറിയില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് യു നോ റൈറ്റ്, ഈ കോജിക് ആസിഡൊക്കെ നമുക്ക് പിഗ്മെൻറ്റേഷന് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോജിക് ആസിഡ്. ആൻഡ് നമ്മൾ മേക്കപ്പ് ഇടാൻ പോകുന്ന കാരണം ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇടാണ്. ആഹാ, നല്ല ഡൂയി ഫിനിഷ് അല്ലേ. മുടിയിലായി. എൻ്റെ കൈ കുറച്ച് ഡ്രൈയിങ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇതിന് മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാലിൻ്റെ മണമുള്ള വല്ല പെർഫ്യൂമോ, ആക്ച്വലി പെർഫ്യൂം ചോദിച്ചിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഇതാണ്. ഇത് ആക്ച്വലി ഒരു പെർഫ്യൂമിൻ്റെ ലോഷനാണ് കേട്ടോ. എനിക്കിതിനെ പറ്റിയിട്ട് പറയാൻ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് അറിയില്ല ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ബട്ട് ഇതിൻ്റെ സ്മെല്ല് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇത് നമ്മൾക്ക് ഈ ഗൾഫ് കൺട്രീസിലൊക്കെ കിട്ടുന്ന ലോഷനാണ്. സോ ഇത് ഐ തിങ്ക് ഇവിടെ ഇന്ത്യയിൽ വാങ്ങിക്കുകയാണെങ്കിൽ സെല്ലേഴ്സിനെ നോക്കിയിട്ട്, ശരിക്കുള്ള സെല്ലേഴ്സ്, ഓതൻറ്റിക് സെല്ലേഴ്സിനെ നോക്കിയിട്ട് വാങ്ങിക്കണം. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. നല്ല എന്താ പറയുക, നല്ല സ്ട്രോങ് സ്മെല്ലാണ്. പക്ഷെ ചെറുതായിട്ട് ആ ഒരു അറബ് ടച്ചുള്ള പെർഫ്യൂംസിനൊക്കെ ചെറുതായിട്ടൊരു
എന്ത് ഊതിനെയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ ഊത് ബേസ്ഡ് പെർഫ്യൂംസിൻ്റെ ഒക്കെ ഒരു മണമാണ് ആ പ്രോപ്പർ അറബ് ഇത്. പക്ഷെ കുറച്ച് ക്രീമി സോഫ്റ്റ് കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. വെരി അഡിക്റ്റീവ്. കുറേ ആൾക്കാർ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും കുറേ ആൾക്കാർ എനിക്ക് ഈ സാധനം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ലവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഇത് നോക്കിയേ തീരാറായി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നില്ല. ഞാൻ പുറത്ത് വല്ല സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഐ ലവ് ടു സ്മെൽ ഗുഡ്. ഓക്കെ, അതിപ്പോൾ പെർഫ്യൂംസ് ആയാലും ഷാംപൂസ് ആയാലും നമ്മൾ പറയില്ലേ ഈ സ്കിൻ കെയർ ഒക്കെ സ്മെല്ലില്ലാത്തതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് സ്മെല്ലുള്ള സ്കിൻ കെയർ ആണ് എനിക്കിഷ്ടം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യുമോ റെക്കമെൻഡ് ചെയ്യുമോ ഒന്നും ചെയ്യുന്നില്ല. എനിക്കിപ്പോൾ ആരുടെയും പെർമിഷൻ വേണ്ടാലോ യൂസ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത്രയും മണമുള്ള പ്രോഡക്റ്റ്സ് ഒക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ഫ്രേഗ്രൻസ് ഫ്രീ പ്രോഡക്റ്റ്സ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാൻ ഫേസിൽ ഫ്രേഗ്രൻസ് ഫ്രീ പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഞാൻ ഈ മണമുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞത് ഈ ലോഷൻസും ഷാംപൂസും കണ്ടീഷണേഴ്സും ഒക്കെയാണ് കേട്ടോ. ഓക്കെ, ഇന്ന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് ഇത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ട ഫൗണ്ടേഷൻ അല്ല. പക്ഷേ നിങ്ങൾക്ക് നല്ല ക്ലീൻ ഗ്ലാസ് സ്കിന്നൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഇഷ്ടമാവും. കാരണം നമ്മൾക്ക് ഈ ടെക്സ്ചറുള്ള സ്കിന്നാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടാവില്ല. കാരണം ഇതിന് ചെറുതായിട്ടൊരു ഡ്യൂയി ഇലൂമിനേറ്റിംഗ് എഫക്റ്റാണ്. കാരണം ഇതിൽ ഒരു ഹൈലൈറ്റർ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിൻ്റെ. സോ ഭയങ്കര ഒരു ഡ്യൂയി ഫിനിഷൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും. പിന്നെ ഇവിടെ ഇരിക്കണ കാരണം ഞാനിത് യൂസ് ചെയ്തു എന്ന് മാത്രം. ഇറ്റ്സ് നോട്ട് മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഞാൻ വീണ്ടും പറയാണ്, ടെക്സ്ചറുള്ള സ്കിന്നാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടമാവില്ല. പക്ഷെ ഇത് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഹൈലൈറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിൽ തന്നെ നല്ല ഷൈനൊക്കെ ഉള്ള കാരണേ. ഇതൊരു വെറ്റ് സ്പഞ്ചാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഷൈനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഡ്യൂയി ഫിനിഷൊക്കെയും ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ നൗ ഇറ്റ് ലുക്സ് ഗുഡ്. കാരണം എനിക്കിപ്പോൾ അത്ര ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഇപ്പോൾ എൻ്റെ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ എനിക്ക് നന്നായി വർക്ക് ആവണ കാരണം അത്ര ടെക്സ്ചർ പണ്ടത്തെ അത്ര ടെക്സ്ചർ ഇപ്പോൾ ഇല്ല. ബട്ട് ഞാനിത് വാങ്ങിക്കുമ്പോൾ എനിക്ക് നല്ല ടെക്സ്ചേർഡ് സ്കിന്നായിരുന്നു. സോ ദാറ്റ്സ് വൈ ഇത് ടെക്സ്ചേർഡ് സ്കിന്നിന് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ അന്നും വീഡിയോയിൽ ഞാൻ അതന്നെയാണ് പറഞ്ഞത്. ടെക്സ്ചേർഡ് സ്കിന്നിന് ഐ വിൽ നോട്ട് റെക്കമെൻഡ് ദിസ് വൺ. ഇങ്ങനത്തെ ഈ ഡ്യൂയി ഫിനിഷുള്ള ഫൗണ്ടേഷനൊക്കെ ഇല്ലേ, ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഈ ഈവനിങ്, അതായത് ഈവനിങ് പാർട്ടീസൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ കല്യാണം റിസപ്ഷനൊക്കെ ഈവനിങ് ആണ് നടത്താറ് കേട്ടോ. ഞാൻ ബാംഗ്ലൂരാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉച്ചയ്ക്കല്ലേ കല്യാണം. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ക്രിസ്ത്യൻ വെഡ്ഡിങ് ആയാലും ഹിന്ദു വെഡ്ഡിങ് ആയാലും കൂടുതലും ഈവനിങ്ങിലാണ്. സോ ഈവനിങ് ടൈമിന് ഇങ്ങനത്തെ ഈ ഷൈനി ലുക്കൊക്കെ നല്ലതാണ്. എനിക്ക് ഇത്ര ഷൈനി വേണ്ട. അത് കാരണം ഞാനൊരു കോമ്പാക്റ്റ് എടുത്തിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. സോ ഞാൻ കോമ്പാക്റ്റ് എടുത്തിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ് വന്നിട്ട് എനിക്ക് ഡെർമാക്കോൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് അത്ര പേഴ്സണൽ ഫേവറേറ്റ് അല്ല. ബട്ട് എനിക്ക് ഈ കോമ്പാക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. SPF 50, ഇതെനിക്ക് PR വന്നതല്ല, ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. SPF 50 PA 3+ ഹൈലൂറോണിക് സൺസ്ക്രീൻ കോമ്പാക്റ്റ് ആണ്. ഇതിൽ സൺസ്ക്രീൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഈ കോമ്പാക്റ്റ് എടുത്തിട്ട് സെറ്റ് ചെയ്യാണ്. ആക്ച്വലി ഇത് നിങ്ങൾ പകൽ പോകുമ്പോൾ മാത്രം ഈ ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് വലിയ കവറേജ് വേണ്ട. വെറുതെ ഒരു പൗഡർ എടുത്തിട്ട് ചെറിയ ഒരു കവറേജ് മാത്രം മതി വെച്ചെങ്കിൽ ഈ ഒരു കോമ്പാക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു കോമ്പാക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പാക്റ്റ്. അപ്പോൾ നമുക്ക് ഈ സൺസ്ക്രീനൊക്കെ ടച്ചപ്പ് ചെയ്യണമെന്ന് പറയില്ലേ, അപ്പോൾ ഇതുകൊണ്ട് ടച്ചപ്പ് ചെയ്താലും മതി. നിങ്ങൾക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തോളൂ. ഞാൻ മടിച്ചായതുകൊണ്ടും എനിക്ക് അധികം അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ടും ഐ വുഡ് പ്രിഫർ യൂസിങ് SPF കോമ്പാക്റ്റ്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ ഞാൻ ഇട്ടിട്ട് ഇറങ്ങാറ് കേട്ടോ. ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഈസ് ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ സൺസ്ക്രീൻ. ഐ ലവ് ഇറ്റ്.
ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഐലൈനർ വന്നിട്ട് സ്റ്റേസിൻ്റെ ലിക്വിഡ് ഐലൈനറാണ് കേട്ടോ. ചെറുതായിട്ടൊരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറയിലേക്ക് നോക്കി ചെയ്യുകയാണെങ്കിൽ ശരിക്ക് വരില്ല. എനിക്ക് മിററും പിന്നെ എൻ്റെ മറ്റേ കൈയിൻ്റെ സപ്പോർട്ടും ഇതൊക്കെ വേണം. അല്ലെങ്കിൽ രണ്ട് സൈഡും രണ്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ. ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് അതിൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് അണ്ടർ ഐസിൻ്റെ അവിടെ ഒന്ന് സെറ്റ് ചെയ്യാണ്. ബിക്കോസ് ഇറ്റ് വാസ് ടേണിങ് ഓയിലി കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു ആ ടൈമിൽ. പിന്നെ ഞാനിവിടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് വാട്ടർ ലൈനിൻ്റെ താഴെ ഒന്ന് ലൈൻ ചെയ്യാണ് കേട്ടോ. ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ലൈൻ ചെയ്യണേ. ഓർ യു ക്യാൻ യൂസ് എ ബ്രൗൺ കാജൽ. ഇങ്ങനെ താഴെ ബ്രൗൺ കാജൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ രണ്ട് കണ്ണിലും അതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഹൂദ ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ 2-in-1 മസ്കാര. ഇത് ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫോൾസ് ലാഷസ് വെച്ച് ഒട്ടിച്ചു. ഫോൾസ് ലാഷസ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. പിന്നെ പാക്കിൻ്റെ ഹൈലൈറ്റർ എടുത്തിട്ട് നമ്മുടെ ബ്രോ ബോൺസുമേ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. പിന്നെ ചിന്നിലും. അത് കഴിഞ്ഞിട്ട് ഐ മാജിക്കിൻ്റെ കോൺടോ പാലറ്റ് എടുത്തിട്ട് അതിലത്തെ ഒരു പീച്ചി ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ബ്ലഷ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു പീച്ചി ബ്രിക്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലെൻഫറിൻ്റെ ഒരു ബ്രൗൺ ലിപ്പ് ലൈനറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു മാറ്റ് ബ്രൗൺ, അങ്ങനെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ട് തോന്നില്ല. ബട്ട് ഇറ്റ്സ് എ ഡീസൻറ്റ് ലിപ്പ് ലൈനർ കേട്ടോ. എനിക്ക് മാർസിൻ്റെ ഒക്കെയാണ് ഇതിലും നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടൊക്കെ തോന്നിയത്. ബട്ട് ഈ ലിപ്പ് ലൈനർ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഷീ ഗ്ലാമിൻ്റെ ഒരു ലിപ്പ് പൗട്ടാണ് കേട്ടോ. ഒരു ഗ്ലോസ് സ്റ്റിക്കാണ് ഇത്. പീച്ചി കീ എന്നുള്ള ഷെയ്ഡ്. ഇത് ഇപ്പോഴും അവൈലബിൾ അല്ല ഇന്ത്യയിൽ. ടീറയിൽ ഇപ്പോൾ ഷീഗ്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇതും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട് ഇപ്പോൾ ഉണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഞാനിത് വാങ്ങിക്കുമ്പോൾ. ബട്ട് ഇപ്പോൾ ഒരു 600 റുപ്പീസിനൊക്കെ ഇത് ടീറയിൽ കിട്ടുന്നുണ്ട്. പൊട്ട് കുത്തി ഡ്രസ്സ് ഇട്ടു. ഡ്രസ്സ് വന്നിട്ട് J4 ഡിസൈൻസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ഇത് നല്ലൊരു സിമ്പിൾ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ, എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കുമുള്ള ഒരു സിമ്പിൾ വിഷുവിന് പറ്റിയ ഒരു ചുരിദാർ സെറ്റാണ്. ബോട്ടം ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ടോപ്പ് ആൻഡ് ദുപ്പട്ട. എനിക്ക് പിന്നെ അങ്ങനെ കേവി ആയിട്ടുള്ള ഡിസൈൻ, ആ എംബ്രോയ്ഡറി, ആ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് താഴെയും കൊടുത്തിട്ടുണ്ട്, സൈഡ് സ്ലിറ്റ്സിലും ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ചെക്ക് ചെയ്യും. ഞാൻ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അവർ ഈ വിഷുവിന് മാത്രമുള്ള ഔട്ട്ഫിറ്റ്സ് അല്ല, വേറെയും സ്പെഷ്യൽ ഒക്കേഷൻസിനും എല്ലാത്തിനും എംബ്രോയ്ഡറി വർക്ക്, ബ്ലൗസ് സ്റ്റിച്ചിങ് എല്ലാ വർക്കും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. യു ക്യാൻ DM ദം. വാട്സാപ്പ് നമ്പർ ഉണ്ടെങ്കിൽ ഞാനത് കൊടുക്കാം. നല്ല ഒരു സിമ്പിൾ ഡ്രസ്സ് നോക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ് പേജ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഡ്വാൻസ് ഹാപ്പി വിഷു.